അമാനുഷിക ശക്തികളും കേരളവുമായുള്ള ബന്ധത്തിന് പ്രാചീനകാലത്തോളം പഴക്കമുണ്ട്. അന്ന് മനുഷ്യനും പ്രകൃതിയും രണ്ടായിരുന്നില്ല. മൃഗങ്ങളെപ്പോലെ മനുഷ്യനും പ്രകൃതിയുടെ ഭാഗം തന്നെയായിരുന്നു. പ്രാചീന മനുഷ്യർ പ്രകൃതിയോട് വളരെയധികം ഇണങ്ങിച്ചേർന്ന് ജീവിതം നയിച്ചവരായിരുന്നുവല്ലോ. അവരുടെ വിശ്വാസങ്ങളും അപ്രകാരം പ്രകൃതിയുമായി ബന്ധമുള്ളവയായിരുന്നു. അവർക്കപ്രാപ്യമായതിനെ, അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തിയതിനെയൊക്കെ അവർ ആരാധിക്കാൻ തുടങ്ങി. ഈ ആരാധനയെ നന്മയുടെയും തിന്മയുടെയും ഗണത്തിൽപ്പെടുത്തി. ഉദാഹരണത്തിന്, ദേവതകളെ സദ്ദേവതകളെന്നും ദുർദേവതകളെന്നും രണ്ടായി തിരിച്ചു. സദ്ദേവതകൾ നന്മ ചെയ്യുന്നവരും ദുർദേവതകൾ തിന്മ ചെയ്യുന്നവരുമായിരുന്നു. സദ്ദേവതകൾക്ക് സത്കർമ്മങ്ങളും ദുർദേവതകൾക്ക് ദുഷ്കർമ്മങ്ങളും അവർ ചെയ്തു തുടങ്ങി. അഗ്നി, ജലം, വായു, നാഗം, വൃക്ഷം, പരേതാത്മാക്കൾ എന്നിവയും ശിവൻ, വിഷ്ണു തുടങ്ങിയ ദേവതാ സങ്കല്പങ്ങളും സദ്ദേവതകളുടെ ഗണത്തിൽപ്പെടുത്തിയപ്പോൾ പ്രേതം, മാടൻ, മറുത, ചാത്തൻ, ഗുളികൻ, യക്ഷി, യക്ഷൻ തുടങ്ങിയവയെ ദുർദേവതകളുടെ ഗണത്തിൽ സങ്കൽപ്പിച്ചു. സദ്ദേവതകൾക്ക് പൂവ്, പാല്, പഴം തുടങ്ങി മനുഷ്യർ ഉപയോഗിക്കുന്നവ പൂജിച്ചപ്പോൾ ദുർദേവതകൾ പ്രസാദിക്കാനായി മദ്യം, മാംസം, ചോര തുടങ്ങി പക്ഷിബലിയും മൃഗബലിയും നരബലിയും വരെ നടത്തി. അങ്ങനെ പ്രകൃതിയുടെയും വനങ്ങളുടെയും അധിദേവതകളായി അവർ പലതരം ദേവതാ സങ്കല്പങ്ങളെ ആരാധിച്ചു വന്നു. യക്ഷിയക്ഷ ആരാധനയ്ക്ക് ആയിരക്കണക്കിന് വർഷത്തെ പഴക്കമുണ്ട്. വനദേവതകളും അനുഗ്രഹ നിഗ്രഹ ശക്തിയുള്ള പ്രകൃതിമൂർത്തികളും എന്ന നിലയിലാണ് യക്ഷി രൂപപ്പെട്ടു വന്നത്. ജീവദായിനിയും ജീവഹാരിണിയുമായ പ്രകൃതിയുടെ ഓരോ ചലനത്തിലും ഇത്തരം അമാനുഷിക ശക്തികളുടെ പ്രഭാവമാണെന്ന് അവർ വിശ്വസിച്ചു വന്നു. മരങ്ങളിൽ കുടികൊള്ളുന്ന അമാനുഷിക ശക്തികളെന്ന നിലയിലാണ് യക്ഷാരാധന രൂപപ്പെട്ടു വന്നത്. യക്ഷനെക്കുറിച്ചുള്ള ആദ്യ പരാമർശം ഋഗ്വേദത്തിലാണ്. ഞൊടിയിടയിൽ മിന്നിമറയുന്ന അപകടകാരിയായ ഒരു അമാനുഷിക ശക്തി എന്ന നിലയിലാണ് ഋഗ്വേദത്തിൽ യക്ഷനെ പരാമർശിച്ചിട്ടുള്ളത്. കേരളത്തിൽ മുമ്പേ ഉണ്ടായിരുന്ന ദ്രാവിഡ ദേവതാ സങ്കല്പങ്ങളും കേരളത്തിലെ യക്ഷി സങ്കല്പത്തെ സ്വാധീനിച്ചതായി കാണാം. ദ്രാവിഡ ദേവതയായ കൊற்றവൈ ഇന്നത്തെ കാളി സങ്കല്പത്തിന്റെ പൂർവ്വരൂപമാണ്. യുദ്ധക്കളത്തിൽ ശത്രുവിനെ വകവരുത്തി സംഹാരതാണ്ഡവമാടുന്ന ഘോരരൂപിണിയാണ് കൊറ്റവൈ അഥവാ കൊற்றവൈ. ദുർമരണപ്പെട്ട സ്ത്രീ, ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങി ജീവൻ വെടിഞ്ഞ യുവതികൾ എന്നിവർ യക്ഷികളായി പുനർജനിക്കുമെന്ന സങ്കല്പം നാടൻപാട്ടുകളിലും മുത്തശ്ശിക്കഥകളിലും കാണാം. അപമൃത്യു സംഭവിച്ച അവർണരുടെ ദുരാത്മാവാണ് മറുത എന്ന സങ്കല്പം. ജീവിതത്തിൽ അടിച്ചമർത്തപ്പെട്ടവർ, അല്ലെങ്കിൽ വേണ്ടത്ര പരിഗണന ലഭിക്കാതിരുന്നവർ മരണശേഷം പ്രതികാരം ചെയ്യുമോ എന്ന ഭയമാണ് പ്രതികാരദാഹിയായ പ്രേതമെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാന കാരണം. അതിനാൽ തന്നെ സ്ത്രീകളും അധകൃതവർഗങ്ങളും നേരിട്ടിരുന്ന ചൂഷണങ്ങളുടെയും പീഡനങ്ങളുടെയും കൂടി ചരിത്ര പ്രതീകങ്ങളാണ് ഇത്തരം പല സങ്കല്പങ്ങളും. കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ പണ്ടുകാലത്ത് ആളുകൾ ആരാധിക്കുകയും ഭയക്കുകയും ചെയ്തിരുന്ന ഒരു മൂർത്തിയാണ് മാടൻ. കൊല്ലത്തും തിരുവനന്തപുരത്തും ധാരാളം ക്ഷേത്രങ്ങളിൽ ഒരു മാടൻ നട കാണാം. അവിടെ ഉപദൈവമായിട്ടാണ് മാടനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. രാത്രിയുടെ കൂരിരുട്ടിൽ മാടൻ ഒരു വിളക്കുമായി ഇറങ്ങി നടക്കും. മാടനെ എപ്പോഴും കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ചിലപ്പോൾ ഒരു തീനാളം മാത്രം സഞ്ചരിക്കുന്നത് കാണാം. പണ്ടുകാലത്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നടന്നു പോകണം, അല്ലെങ്കിൽ കാളവണ്ടി. ഭൂരിപക്ഷം ആളുകളും നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. വൈദ്യുതിയില്ലാത്ത കാലമായതുകൊണ്ട് സൂര്യാസ്തമയത്തിന് ശേഷമുള്ള യാത്രകൾക്കായി ആളുകൾ നാട്ടുവെളിച്ചമാണ് ആശ്രയിച്ചിരുന്നത്. ഇതുകൊണ്ടാണ് പണ്ട് സന്ധ്യവിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ യാത്രകൾ ഒഴിവാക്കാൻ പറയാറുള്ളത്. കുന്നുകൾ കടക്കേണ്ടി വരുമ്പോഴാണ് പൊട്ടിച്ചൂട്ട് എന്ന് പറഞ്ഞ സംഭവം പലരും കണ്ടതായി പറയുന്നത്. അന്നൊക്കെ ഒറ്റയ്ക്ക് യാത്ര പോകുന്നവരാണ് അധികവും. പുല്ലു വളർന്നു കിടക്കുന്ന വഴികളിലൂടെ ഇരുട്ടത്ത് നടന്ന് കുറച്ചു കഴിയുമ്പോൾ ആ പാത താനെ കാണാതാവും. പിന്നെ ഈ വ്യക്തി എങ്ങോട്ട് പോകണമെന്നറിയാതെ തിരിയും. അപ്പോൾ ദൂരെ ഒരു വെളിച്ചം കാണും. ആരോ ചൂട്ട് കത്തിച്ച് നടക്കുന്ന പോലെ. ആ വെളിച്ചത്തിന്റെ അടുത്തേക്ക് ഇയാൾ നടക്കും. പെട്ടെന്ന് ആ വെളിച്ചം കാണാതെയാവും. തിരിഞ്ഞു നോക്കുമ്പോൾ വെളിച്ചം മറ്റൊരു സ്ഥലത്ത് കാണും. അപ്പോൾ അങ്ങോട്ട് നടക്കും. പെട്ടെന്ന് അതും പോകും. പിന്നെയും വേറൊരു സ്ഥലത്ത് കാണും. ഇങ്ങനെ രാത്രി മുഴുവൻ
ഈ മനുഷ്യൻ നടന്നുകൊണ്ടേയിരിക്കും. പിറ്റേ ദിവസം ആളുകൾ ആ വഴി പോകുമ്പോൾ ഈ മനുഷ്യൻ ബോധം കെട്ട് എവിടെയെങ്കിലും കിടക്കുന്നത് കാണാം. അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും പൊട്ടിച്ചൂട്ട് കണ്ട് പേടിച്ചതാണെന്ന്. ബോധം തെളിഞ്ഞാൽ മിക്കവർക്കും ഓർമ്മ കാണില്ല. അമാനുഷിക ശക്തികളുമായുള്ള ബന്ധം കേരളത്തിന്റെ സംസ്കാരത്തിന്റെ തന്നെ ഭാഗമായിരുന്നു. ഇവിടെ ഒരു മന്ത്രവാദ സംസ്കാരം നിലനിന്നിരുന്നു. വളരെ വ്യത്യസ്തവും ആധികാരികവുമായ മന്ത്രവാദങ്ങളായിരുന്നു കേരളത്തിൽ നിലനിന്നിരുന്നത്. മന്ത്രവാദത്തിന്റെ ലക്ഷ്യം അമാനുഷിക സിദ്ധികൾ കൈവരിക്കലും ആഭിചാരവുമൊക്കെയാണ്. മന്ത്രവാദം പ്രധാനമായും രണ്ട് വിധമായിരുന്നു: സദ്മന്ത്രവാദവും ദുർമന്ത്രവാദവും. മൂർത്തികളെ പ്രസാദിപ്പിച്ച് നല്ല കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനെ സദ്മന്ത്രവാദമെന്നും, ദുർമൂർത്തികളിലെ ആസുരഭാവമുണർത്തി മറ്റൊരാൾക്ക് ഉപദ്രവമുണ്ടാക്കുന്നതിനെ ദുർമന്ത്രവാദമെന്നും പറയുന്നു. ചാത്തൻ, ഗുളികൻ, ഗന്ധർവൻ തുടങ്ങി നിരവധി ശക്തികളെ കേരളീയർ ആരാധിച്ചിരുന്നു. ഇവരിൽ ഒട്ടുമിക്കവർക്കും ക്ഷേത്രങ്ങളും പ്രത്യേക പൂജകളും ബലികളും നടത്തിയിരുന്നു. അടിസ്ഥാനപരമായി ഒരു ഗോത്രാചാരമാണ് മന്ത്രവാദം. ലോകത്തിൽ മിക്ക രാജ്യങ്ങളിലും മന്ത്രവാദമുണ്ടായിരുന്നു. അറബി മാന്ത്രികം, ചൈനീസ് മാന്ത്രികം തുടങ്ങിയവയൊക്കെ ഇതിനുദാഹരണമാണ്. ഇംഗ്ലീഷിൽ ബ്ലാക്ക് മാജിക് എന്ന വാക്ക് ദുർമന്ത്രവാദത്തെ കുറിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഇതുത്ഭവിച്ചത് പ്രാകൃതകാലത്തായതുകൊണ്ടാണ് ഇന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പ്രാകൃതമായി തന്നെ ഇരിക്കുന്നത്. നാലാമത്തെ വേദമായ അഥർവവേദത്തിലാണ് മന്ത്രവാദത്തെക്കുറിച്ച് വിവരിക്കുന്നത്. വസിഷ്ഠ മഹർഷിയുടെ പുത്രനായ അഥർവകനാണ് ഇതിന്റെ കർത്താവെന്ന് കരുതപ്പെടുന്നു. നക്ഷത്രകൽപ്പം, വേദകൽപ്പം, സംഹിതാകൽപ്പം, ആംഗിരസകൽപ്പം, ശാന്തികൽപ്പം എന്നിവ അഥർവവേദത്തിലെ 5 സംഹിതകളാണ്. ഇവയിൽ ആംഗിരസകൽപ്പത്തിലാണ് ആഭിചാര കർമ്മങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത്. 21 മന്ത്രവിധികൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ വേദത്തിലെ മന്ത്രങ്ങളിലധികവും ആഭിചാരങ്ങളെപ്പറ്റിയും വശ്യങ്ങളെപ്പറ്റിയും പ്രതിപാദിക്കുന്നവയാണ്. മറ്റു രാജ്യങ്ങളിലൊന്നും ഇതിന് തുല്യമായ ഒരു ഗ്രന്ഥം നിലവിലില്ല. അഥർവവേദത്തിലെ ആഭിചാര പ്രയോഗങ്ങളെ പൊതുവെ 3ആയി തിരിക്കാം. ഒന്നാമത്തേത് രോഗങ്ങളെയും രോഗഹേതുക്കളെന്ന് വിശ്വസിക്കപ്പെടുന്ന ചില അദൃശ്യ ശക്തികളെയും പ്രേതപിശാചുക്കളെയും നശിപ്പിക്കുവാനുള്ള മന്ത്രങ്ങളാണ്. രണ്ടാമത്തേത് സ്ത്രീപുരുഷന്മാർക്ക് അന്യോന്യം വശീകരിക്കുന്നതിനും അന്യകാമുകന്മാരെ നശിപ്പിക്കുന്നതിനും മറ്റുമുള്ള മന്ത്രങ്ങളാണ്. ശുദ്ധമായ ആഭിചാരങ്ങളാണ് മൂന്നാമത്തേത്. ഇതിൽ പീഡനം, മാരണം, മോഹനം, സ്തംഭനം മുതലായ പ്രയോഗങ്ങൾ അടങ്ങിയിരിക്കുന്നു. ലോകത്തിൽ ഇന്ന് നിലവിലുള്ള എല്ലാ ആഭിചാരങ്ങൾക്കും ഉച്ചരിക്കപ്പെടുന്ന മന്ത്രങ്ങൾ, ബാഹ്യമായ കർമ്മങ്ങൾ, കർമ്മിയുടെ ശക്തി എന്നിങ്ങനെ 3 ഘടകങ്ങൾ ഉള്ളതായി ഈ വിഷയത്തിൽ ഗവേഷണം നടത്തിയിട്ടുള്ള മലിനോവ്സ്കി പറയുന്നു. ഒരു കർമ്മം ഫലിക്കാൻ ഈ 3 ഘടകങ്ങളും പൂർണ്ണമായിരിക്കണം. മന്ത്രങ്ങൾ ശ്ലോകരൂപത്തിലുള്ളവയാണ്. ചിലപ്പോൾ ഒറ്റ വാക്കിൽ ഒതുങ്ങി നിൽക്കുന്നവയുമുണ്ട്. ചില പദങ്ങൾ പല പ്രാവശ്യം ആവർത്തിച്ചു പറയും. കർമ്മത്തിന്റെ ഫലം പല എടുത്തു പറയുന്ന സ്വഭാവവും മിക്ക മന്ത്രങ്ങൾക്കുമുണ്ട്. മന്ത്രങ്ങളെല്ലാം ദിവ്യമാണെന്നാണ് സങ്കല്പം. കർമ്മത്തിൽ മന്ത്രത്തിന് വളരെ പ്രാധാന്യമുള്ളതിനാൽ അതിന്റെ ഉച്ചാരണ ശുദ്ധിയെപ്പറ്റി പ്രത്യേക നിഷ്കർഷ വേണം. മന്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഉദ്ദേശ്യം ഫലത്തിൽ വരുത്തുന്ന ബാഹ്യമായ ചില ക്രിയകളാണ് ആഭിചാരത്തിന്റെ മറ്റൊരു ഭാഗം. ഹസ്തമുദ്രകൾ, ജലപ്രക്ഷാളനം മുതലായവയെല്ലാം പല ആഭിചാര ക്രിയകളിലും ഇന്നും സാധാരണമാണ്. കർമ്മങ്ങളിൽ പ്രതിമകൾ, മന്ത്രങ്ങൾ, രക്ഷാകവചങ്ങൾ എന്നിവ ധാരാളം ഉപയോഗിക്കപ്പെടുന്നു. പ്രതിമകൾ വളരെ പ്രധാനമാണ്. പ്രതിമയെ കുത്തുകയും വെട്ടുകയും ചെയ്ത് ശത്രുവിനെ കൊല്ലുന്നതും പ്രതിമയിൽ രോഗം ആവാഹിച്ചു കുഴിച്ചിടുന്നതുമെല്ലാം ഇപ്പോഴും ചില പ്രദേശങ്ങളിൽ നടപ്പുണ്ട്. മന്ത്രം പോലെ പ്രാധാന്യമുള്ളതാണ് മാന്ത്രികന്റെ ശക്തിയും. ശ്രദ്ധയോടെ ചെയ്താലേ ആഭിചാരങ്ങൾ ഫലിക്കൂ എന്നാണ് വിശ്വാസം. കർമ്മിക്ക് ഒരു പ്രത്യേക ജീവിതചര്യ തന്നെ വിധിച്ചിരിക്കുന്നു. മന്ത്രവാദത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന പരാജയം മാന്ത്രികന്റെ ശക്തിക്കുറവായി കരുതപ്പെടുന്നു. അഥർവവേദത്തിൽ ആഭിചാരങ്ങൾക്കുള്ള മന്ത്രങ്ങൾ മാത്രമേയുള്ളൂ. അവ എങ്ങനെ പ്രയോഗിക്കണമെന്ന അനുശാസനം അടങ്ങിയിരിക്കുന്നത് കൗശിക സൂത്രത്തിലാണ്. അഥർവവേദത്തിന് ശേഷം വൈദിക കർമ്മങ്ങളിൽ പലതിനും ആഭിചാര പ്രയോഗങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. പക്ഷെ അഥർവവേദത്തിലെ കർമ്മങ്ങൾക്ക് മറ്റു രാജ്യങ്ങളിലെ കർമ്മങ്ങളിൽ നിന്നും ചില വ്യത്യാസങ്ങളുണ്ട്. കർമ്മമനുഷ്ഠിക്കേണ്ട സ്ഥലത്തെയും കാലത്തെയും കുറിച്ചുള്ള ചില വിധികൾ അഥർവവേദത്തിന്റെ പ്രത്യേകതയാണ്. പല കർമ്മങ്ങളും രാത്രിയിൽ അനുഷ്ഠിക്കേണ്ടതാണ്. അതുപോലെ നാൽക്കവലകൾ, ശ്മശാനങ്ങൾ മുതലായ സ്ഥലങ്ങൾ മന്ത്രവാദങ്ങൾക്ക് പ്രത്യേകമായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. ഭാരതത്തിലെ ആഭിചാരങ്ങൾക്കുള്ള മറ്റൊരു പ്രത്യേകത
മനുഷ്യന്റെ കഷ്ടതകളും രോഗങ്ങളും പിശാചുക്കളുടെ സൃഷ്ടിയാണെന്ന വിശ്വാസമാണ്. അഥർവവേദത്തിലെ മന്ത്രങ്ങൾ ഏതെങ്കിലും അമാനുഷിക ശക്തിയെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളവയോ രോഗത്തെ തന്നെ ദേവനായി സങ്കല്പിച്ചിട്ടുള്ളവയോ ആണ്. പലപ്പോഴും പനിയെ ദേവനായി സങ്കല്പിച്ചുള്ള സ്തുതികൾ കാണാം. തലയിൽ കൂടി ജലം വീഴ്ത്തി പാപം കഴുകിക്കളയുന്ന സമ്പ്രദായം ഏറെക്കുറെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഗോമൂത്രം കൊണ്ട് ശിശുവിനെ ദുർദേവതകളിൽ നിന്ന് രക്ഷിക്കുന്നതും മഞ്ഞപ്പിത്തം മഞ്ഞനിറമുള്ള പക്ഷികളിലേക്ക് ആവാഹിച്ചു മാറ്റുന്നതും സ്ത്രീകളുടെ കാൽപ്പാടുപയോഗിച്ച് അവരെ വശീകരിക്കുന്നതുമെല്ലാം അഥർവവേദത്തിൽ മാത്രം കാണാവുന്ന ചില ആഭിചാര പ്രയോഗങ്ങളാണ്. ഇപ്പോഴും ഒരു വേദമെന്ന നിലയ്ക്കുള്ള സാർവത്രിക അംഗീകാരം അഥർവവേദത്തിന് ലഭിച്ചിട്ടില്ല. വൈദ്യവും മന്ത്രവാദവും ഒരുമിച്ചു കൊണ്ടുപോകുന്ന അഥർവവേദ സമ്പ്രദായം തന്നെയാണ് മലയാളത്തിലെ മിക്ക മന്ത്രവാദ ഗ്രന്ഥങ്ങളിലും പിന്തുടർന്നിട്ടുള്ളത്. സാത്വിക ചിന്തയുള്ള ജനങ്ങൾ ദേവന്മാരെയും രാജസ്വഭാവമുള്ള ജനങ്ങൾ യക്ഷന്മാരെയും രാക്ഷസുകളെയും പൂജിക്കുന്നു. തമസപ്രകൃതിയുള്ള ജനങ്ങളാകട്ടെ പ്രേതങ്ങളെയും ഭൂതഗണങ്ങളെയും പൂജിക്കുന്നു. കരിങ്കുട്ടി, കുട്ടിച്ചാത്തൻ, ചുടലഭദ്രകാളി, ബാലപ്രദക്ഷിണി, രന്തുകാമൻ, ഹന്തുകാമൻ, ആകാശയക്ഷി, ഗന്ധർവൻ, എരിക്കമമോഹിനി, രക്തചാമുണ്ഡി, കാലഭൈരവി, യോനിമർദിനി, പറക്കുട്ടി, മാടൻ, മറുത, അറുകൊല എന്നീ മൂർത്തികളുടെ വിഹാരരംഗമായും മാട്ട്, മാരണം, ഒടി, കൊല, ചതി എന്നീ ആഭിചാര ക്ഷുദ്രകർമ്മങ്ങൾ പ്രയോഗിക്കുന്നവരായും മാത്രം മന്ത്രവാദവും മാന്ത്രികരും അറിയപ്പെടുന്നു. കേരളത്തിൽ പ്രാചീനകാലത്ത് ആദിമവാസികളുടെ ഇടയിൽ നിന്നാണ് മന്ത്രവാദമുണ്ടായത്. ഇന്നും പുലയൻ, പാണൻ, പറയൻ, മണ്ണാൻ തുടങ്ങിയവരും ബ്രാഹ്മണ വിഭാഗങ്ങളും പല ജ്യോതിഷികളും പാരമ്പര്യമായി തന്നെ പലതരം മന്ത്രവാദം കൈകാര്യം ചെയ്തു വരുന്നു. എന്നാൽ ഈ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും മന്ത്രവാദികളല്ല. ഇസ്ലാം മതത്തിലുള്ള ചിലരും മാന്ത്രിക കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. വാൽഹൌസ് എന്ന ഇംഗ്ലീഷുകാരൻ എഴുതിയ ഒരു ലേഖനത്തിൽ ഏറ്റവും ശക്തിയുള്ള ഭൂതപ്രേത പിശാചുക്കൾ വസിക്കുന്ന സ്ഥലമായി മലബാറിനെ വിശേഷിപ്പിക്കുന്നു. ജ്യോതിഷത്തിൽ ജനങ്ങൾ കുറച്ച് വിശ്വാസമുണ്ടായിരുന്നു. കേരളത്തിൽ 6 സദ്മന്ത്രവാദികളും 6 ദുർമന്ത്രവാദികളും ഉണ്ടായിരുന്നതായി വില്യം ലോഗൻ അദ്ദേഹത്തിന്റെ മലബാർ മാനുവൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. പുരുഷന്മാർ മാത്രമായിരുന്നു മന്ത്രവാദ കർമ്മങ്ങളിൽ ബന്ധപ്പെട്ടിരുന്നത്. അവരിൽ പ്രമുഖരെ രാജാക്കന്മാർ പോലും തങ്ങളുടെ ശത്രുക്കളെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി വിനിയോഗിച്ചിരുന്നുവത്രേ. നായ കടിക്കുക, പാമ്പ് കടിക്കുക, ഭ്രാന്ത് പിടിക്കുക, രക്തം ഛർദ്ദിക്കുക, ശ്വാസം മുട്ടി മരിക്കുക, വസൂരി തുടങ്ങിയ രോഗങ്ങൾ പിടിപെടുക, കള്ളന്മാരെ നശിപ്പിക്കുക, വശീകരണം, ഒടി, കല്യാണം മുടക്കുക തുടങ്ങിയ വിഷയങ്ങളിലാണ് ശത്രുക്കളെ പെടുത്താൻ മന്ത്രവാദികൾ ശ്രമിച്ചിരുന്നത്. ആദിമവാസികളുടെ മന്ത്രവാദവും പ്രാകൃതമായിരുന്നു. തമസമൂർത്തികളെ അവർ മദ്യം, മാംസം, രക്തം എന്നിവ നൽകി ആരാധിച്ചു. ദ്രാവിഡാചാരങ്ങളിലും അതിനെ പിൻപറ്റി വളർന്ന ശാക്തേയ പൂജയിലും മത്സ്യം, മാംസം, മദ്യം എന്നിവ ഉപയോഗിക്കുകയും കഴിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇത് ദുർമന്ത്രവാദത്തിന്റെ ഭാഗമായല്ല, ശാക്തേയ മതക്കാരുടെ ആചാരങ്ങൾ മാത്രമായാണ് കണക്കാക്കുന്നത്. പറശ്ശിനിക്കടവ്, മുത്തപ്പൻ തുടങ്ങിയ ദ്രാവിഡ ക്ഷേത്രങ്ങളിലും മറ്റും മത്സ്യവും മദ്യവും പൂജയ്ക്കായി ഉപയോഗിക്കുന്നതും മറ്റും ഉദാഹരണങ്ങളാണ്. പണ്ടുകാലത്തു ചിലപ്പോൾ മന്ത്രവാദം ഏകവസ്ത്രമായോ വസ്ത്രമില്ലാതെയോ വേണമായിരുന്നു ചെയ്യാൻ. മന്ത്രവാദി മാത്രമല്ല, അസുഖമുള്ളയാളും നഗ്നരാകണം. പ്രകടനമാണ് ദുർമന്ത്രവാദത്തിലെ മുഖ്യ ഘടകം. കർമ്മി വെളിച്ചപ്പാടിനെ പോലെ ഉറഞ്ഞു തുള്ളുകയും പ്രതിയെ പിടികൂടി കൂടെയുള്ള മൂർത്തികളെക്കുറിച്ചും അവരുടെ ഉപദ്രവശാന്തിക്കായി ചെയ്യേണ്ട കർമ്മങ്ങളെക്കുറിച്ചും വെളിപാട് പോലെ പ്രഖ്യാപിക്കുന്നു. പലപ്പോഴും ആഭിചാര കർമ്മങ്ങൾ ചില കുടുംബങ്ങളുടെയോ വർഗങ്ങളുടെയോ കുലത്തൊഴിലായിരുന്നു. ഇത്തരം കർമ്മങ്ങൾ കുലത്തൊഴിലായി സൂക്ഷിച്ചിരിക്കുന്നവർക്ക് പ്രാചീന ഭാരതത്തിലെന്ന പോലെ മറ്റെല്ലായിടത്തും സവിശേഷമായ അംഗീകാരം ലഭിച്ചിരുന്നു. മഴ പെയ്യിക്കുന്നതിനും പ്രകൃതിക്ഷോഭങ്ങളെ നേരിടുന്നതിനും കാമപൂർത്തിക്കുമെല്ലാം പുരാതന മനുഷ്യർ മന്ത്രവാദിയെ ആശ്രയിച്ചിരുന്നു. തന്മൂലം അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ മന്ത്രവാദിക്ക് വലിയ സ്ഥാനവും ശ്രേഷ്ഠതയുമുണ്ടായിരുന്നു. ആഭിചാരങ്ങൾക്കെല്ലാം അവയോട് ബന്ധപ്പെട്ട പുരാണകഥകളോ വീരചരിതങ്ങളോ ഉണ്ട്. ആദിമ മനുഷ്യരുടെ ആഭിചാര പ്രയോഗങ്ങളിൽ നിന്നാണ് സംസ്കാരം ഉടലെടുത്തതെന്ന് പല ചിന്തകന്മാരും അഭിപ്രായപ്പെടുന്നു. ഏതായാലും പ്രപഞ്ചശക്തികൾക്ക് ദിവ്യത്വം കൽപ്പിച്ച് അവയെ ആരാധിക്കുന്നതിന് മുമ്പ് തന്നെ ആഭിചാരങ്ങൾ നിലവിൽ വന്നതായി കാണാം. ഹിന്ദുക്കളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ദേവതയാണ് കുട്ടിച്ചാത്തൻ. വിഷ്ണുമായ സ്വാമി എന്നും ചാത്തൻ എന്നും ഈ ദേവത അറിയപ്പെടുന്നു. തൃശൂർ ജില്ലയിലാണ് കുട്ടിച്ചാത്തൻ ക്ഷേത്രങ്ങൾ കൂടുതലുള്ളത്. ശിവപാർവതിമാരുടെ പുത്രനായിട്ടാണ് ചാത്തൻ സ്വാമിയെ കണക്കാക്കുന്നത്.
അസുരനിഗ്രഹത്തിന് വേണ്ടി ചാത്തൻ അവതരിച്ചു എന്നാണ് വിശ്വാസം. താന്ത്രിക ബുദ്ധമതത്തിൽ നിന്നുണ്ടായ ദേവതയാണ് ചാത്തനെന്നും ഇത് ശാസ്താവ് എന്നതിന്റെ മറ്റൊരു രൂപമാണെന്നും അഭിപ്രായമുണ്ട്. പോത്തിന്റെ പുറത്തു കുറുവടിയുമായി ഇരിക്കുന്ന ബാലന്റെ രൂപമാണ് വിഷ്ണുമായ ചാത്തന്റേത്. ഉഗ്രമൂർത്തിയാണ് ചാത്തൻ. ചേക്കുട്ടി, പറക്കുട്ടി തുടങ്ങിയ മറ്റ് ചാത്തന്മാർ വിഷ്ണുമായ ചാത്തന്റെ സഹോദരങ്ങളാണത്രേ. ഒരിക്കൽ പരമശിവൻ വനത്തിൽ വേട്ടയാടാൻ പോയപ്പോൾ വനത്തിൽ നിന്ന് മധുരമായ ഒരു സ്ത്രീ ശബ്ദം കേട്ടു. ശബ്ദത്തിന്റെ ഉടമയെ തേടിയ ശിവൻ കൂളിവാക എന്ന സുന്ദരിയായ സ്ത്രീയെ കണ്ടു. ശിവൻ കൂളിവാകയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചു. കൂളിവാക പാർവതീ ഭക്തയായിരുന്നു. ശിവന്റെ ആഗ്രഹം മനസ്സിലായ കൂളിവാക ഭയപ്പെടുകയും പാർവതീദേവിയെ പ്രാർത്ഥിക്കുകയും ചെയ്തു. പാർവതി അവളുടെ മുന്നിൽ പ്രത്യക്ഷയായി ഭയപ്പെടേണ്ടെന്നും ഇങ്ങനെ സംഭവിക്കേണ്ടത് കൂളിവാകയുടെ യോഗമാണെന്നും പറഞ്ഞു. കൂളിവാകയുടെ മുജ്ജന്മ കഥയും പാർവതി പറഞ്ഞു. കൂളിവാക മുജ്ജന്മത്തിൽ പാർവതിയുടെ തോഴിയായിരുന്നു. അന്നവൾ ബാലഗണപതിയെ പാർവതി അറിയാതെ മുലയൂട്ടുകയുണ്ടായി. ഇതറിഞ്ഞ പാർവതി അടുത്ത ജന്മത്തിൽ കൂളിവാക ചണ്ഡാലകുലത്തിൽ ജനിക്കുമെന്ന് ശപിച്ചു. കൂളിവാക കരഞ്ഞുകൊണ്ട് പാർവതിയോട് ക്ഷമ ചോദിച്ചു. മനസ്സലിഞ്ഞ പാർവതി അടുത്ത ജന്മത്തിൽ കൂളിവാകയ്ക്ക് ശിവന്റെ പുത്രനെ മുലയൂട്ടി വളർത്താൻ ഭാഗ്യമുണ്ടാകുമെന്ന് വരം നൽകി. കൂളിവാകയുടെ മുജ്ജന്മ കഥ പറഞ്ഞ പാർവതി അവളോട് വീട്ടിലേക്ക് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അതിനുശേഷം ദേവി കൂളിവാകയായി വേഷം മാറി ശിവന്റെ അടുത്തെത്തി ശിവനുമായി രമിച്ചു. അങ്ങനെ ഇവർക്ക് 400 കുട്ടികളുണ്ടായത്രേ. അതിലാദ്യമുണ്ടായ കുട്ടിയാണ് കരിങ്കുട്ടി. ഈ കുട്ടിയെ കരിങ്കുട്ടിച്ചാത്തൻ എന്ന് വിളിച്ചു. നല്ലതുമല്ലാത്തതുമായ ഒരുപാട് ചാത്തന്മാർ വേറെയും ഉണ്ടായിരുന്നു. പറക്കുട്ടി, അറുകൊല, കറുത്തച്ഛൻ, മൂക്കൻ, കാപ്പിരിമുത്തപ്പൻ, കുരുടി, കരിങ്കണ്ണൻ എന്നിങ്ങനെ അനേകം ചാത്തന്മാർ ഉള്ളതായി വിശ്വസിക്കപ്പെടുന്നു. ഇവരിൽ ഏറ്റവും ഇളയവനായ ചാത്തനാണ് വിഷ്ണുമായ. ഈ കുട്ടിയുടെ സംരക്ഷണത്തിനായി ഒരു പോത്തിനെയും കരിങ്കുട്ടിച്ചാത്തൻ ഒരു കാളയെയും കൊടുത്തു. പാർവതി ഈ 2 കുട്ടികളെയും കൂളിവാകയെ ഏൽപ്പിച്ചു. കൂളിവാകയുടെ സംരക്ഷണത്തിൽ അവർ വളർന്നു. ഇവർക്ക് ശിവനും പാർവതിയും പല അത്ഭുത ശക്തികളും നൽകുകയുണ്ടായി. ചാത്തന്മാർ പലതരത്തിലുള്ള അത്ഭുതങ്ങളും കാട്ടി തങ്ങളുടെ വാഹനങ്ങളായ പോത്തിന്റെയും കാളയുടെയും പുറത്തേറി വനത്തിൽ ചുറ്റി നടന്നു. 7ാമത്തെ വയസ്സിൽ നാരദമുനി ചാത്തന്മാരോട് അവരുടെ മാതാപിതാക്കൾ ആരാണെന്ന് പറഞ്ഞു. ചാത്തന്മാർ കൈലാസത്തിൽ പോയി. ശിവന്റെ വാഹനമായ നന്ദികേശൻ ചാത്തനെ കവാടത്തിൽ വെച്ച് തടഞ്ഞു. ചാത്തൻ മഹാവിഷ്ണുവിന്റെ മായാവേഷം ധരിച്ചകത്തെത്തി ശിവപാർവതിമാരെ കണ്ട് ആശീർവാദം വാങ്ങി. വിഷ്ണുവിന്റെ രൂപം മായയാൽ സ്വീകരിച്ചതിനാൽ ശിവൻ ചാത്തന് വിഷ്ണുമായ എന്ന പേര് നൽകി. കൂടാതെ ചാത്തന്മാർക്ക് എല്ലാ തരത്തിലുള്ള ആയോധന വിദ്യകളും പറഞ്ഞുകൊടുത്തു. കൂടെ ജലന്ധരൻ എന്ന അസുരനെ കൊല്ലുവാനുള്ള സൂത്രവും പറഞ്ഞുകൊടുത്തു. പിന്നീട് ചാത്തൻ 3 ലോകം കീഴടക്കിയ ജലന്ധരനെ പോരിന് വിളിച്ചു. തുടർന്നുണ്ടായ യുദ്ധത്തിൽ ചാത്തൻ മഹാവിഷ്ണുവിന്റെ ആയുധമായ സുദർശന ചക്രത്തിന്റെ രൂപം ധരിച്ചു. ജലന്ധരനെ വധിക്കുവാനായി ചക്രം പിന്നാലെ പായാൻ തുടങ്ങി. ജലന്ധരൻ പലയിടത്തും ഓടി ഒളിക്കാൻ ശ്രമിച്ചു. അവസാനം കടലിൽ ഒളിച്ചു. പിന്തുടർന്നു വന്ന സുദർശന ചക്രത്തിന്റെ ജ്വാലയാൽ കടൽജലം തിളയ്ക്കാൻ തുടങ്ങി. ചൂട് സഹിക്കാൻ വയ്യാതെ കടലിൽ നിന്ന് പുറത്തുവന്ന ജലന്ധരൻ വധിക്കപ്പെട്ടു. ഇതോടെ ദേവന്മാർ ചാത്തനെ സ്വർഗലോകത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ താമസിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം ഭൂമിയിലേക്ക് തിരിച്ചുപോയി. ചാത്തന്റെ വളർത്തമ്മയായ കൂളിവാകയെ ഭൃഗാസുരൻ എന്നൊരസുരൻ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. ഭൃഗാസുരനെയും അവന്റെ സേനയെയും വധിക്കാൻ വിഷ്ണുമായ തന്റെ സഹായിയായ കരിങ്കുട്ടിച്ചാത്തനെയും കൂട്ടി പുറപ്പെട്ടു. യുദ്ധത്തിൽ ചാത്തന്റെ വിരലിൽ മുറിവേറ്റു. മുറിവിൽ നിന്ന് വീണ രക്തത്തിൽ നിന്ന് 400 കുട്ടിച്ചാത്തന്മാരുണ്ടായി. ഭൃഗാസുരൻ പ്രയോഗിച്ച 10 ബ്രഹ്മാസ്ത്രങ്ങളും 10 കുട്ടിച്ചാത്തന്മാർ വിഴുങ്ങി ആത്മാഹുതി നടത്തുകയും ചെയ്തു. ശേഷിച്ച 390 കുട്ടിച്ചാത്തന്മാർ എല്ലാ സേനയെയും ഇല്ലാതാക്കി. ചാത്തൻ സ്വാമി കുറുവടി ഉപയോഗിച്ച് ഭൃഗാസുരനെ വധിച്ചു. കേരളത്തിൽ മന്ത്രവാദികൾ പണ്ടുമുതലേ കുട്ടിച്ചാത്തനെ ആരാധിച്ചിരുന്നു. വടക്കൻ മലബാറിൽ ശിവപാർവതിമാരുടെ മകനായ കുട്ടിച്ചാത്തനെ ആരാധിച്ച് കുട്ടിച്ചാത്തൻ തെയ്യം കെട്ടിയാടുന്നു. മായാവിദ്യകളിൽ വിദഗ്ധനായ ഒരു മൂർത്തിയായിട്ടാണ് കുട്ടിച്ചാത്തനെ കഥകളിൽ അവതരിപ്പിക്കുന്നത്. ഭാരതത്തിലെ പ്രഥമ ത്രിമാന ചലച്ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തനിലെ കേന്ദ്ര കഥാപാത്രം ഒരു മന്ത്രവാദി അടിമപ്പെടുത്തിയ കുട്ടിച്ചാത്തനാണ്. സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണി എന്ന മലയാള സിനിമയിലെ കേന്ദ്ര കഥാപാത്രവും
കുട്ടിച്ചാത്തൻ വിഭാഗത്തിൽപ്പെടുന്നു. ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിലും ചാത്തനെക്കുറിച്ച് പറയുന്നുണ്ട്. വിഷ്ണുമായയുടെ പൂജ 3 തരത്തിലാണ് നടത്തുന്നത്. ഉത്തമമായ ദ്രവ്യങ്ങൾ കൊണ്ടും മധ്യമമായതും അധമമായതും കൊണ്ടും പൂജ നടത്തുന്നു. എന്നിരുന്നാലും അധമമായ പൂജയ്ക്ക് തന്നെയാണ് പ്രാധാന്യം പറയുന്നത്. പാലാഴി കടഞ്ഞ് അമൃത് കിട്ടിയപ്പോൾ അസുരന്മാർ അമൃതുമായി ഓടി. അമൃത് വീണ്ടെടുക്കാനായി മഹാവിഷ്ണു സ്ത്രീവേഷത്തിൽ മോഹിനിയായി വന്നു. ഈ സ്ത്രീവേഷത്തെ വിഷ്ണുമായ എന്നും പറയുന്നുണ്ട്. ഈ വിഷ്ണുമായയിൽ മോഹിതനായ ശിവനിൽ ജനിച്ച പുത്രനാണ് ശാസ്താവ് അഥവാ അയ്യപ്പനെന്നും പറയപ്പെടുന്നു. ശാസ്താവെന്ന പദം പിന്നീട് ലോപിച്ച് ചാത്തനായതാണെന്നും ചിലർ വാദിക്കുന്നുണ്ട്. വിഷ്ണു ഭഗവാന്റെ മായയാൽ കൂളിവാകയുടെ രൂപം പൂണ്ട പാർവതീദേവിയിൽ ഉണ്ടായ കുട്ടികളായതുകൊണ്ടാണ് വിഷ്ണുമായ ചാത്തൻ എന്ന് വിളിക്കുന്നതെന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു. കേരളത്തിൽ ഇന്ന് നിലവിലുള്ള വിഷ്ണുമായ ക്ഷേത്രങ്ങൾ മിക്കതും തീയർ, കളരിക്കുറുപ്പ്, കളരിപ്പണിക്കർ സമുദായക്കാരുടേതാണ്. കേരളത്തിലെ പ്രധാന വിഷ്ണുമായ ക്ഷേത്രങ്ങളിലൊന്ന് തൃശൂർ ജില്ലയിലെ ആവണങ്ങാട് വിഷ്ണുമായ ക്ഷേത്രമാണ്. പെരിങ്ങോട്ടുകര ശ്രീമൂലസ്ഥാനം, പരന്തറയിൽ വിഷ്ണുമായ ക്ഷേത്രം കരിവന്നൂർ, കാരണയിൽ മഠം ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ മഹാക്ഷേത്രം എട്ടുമന, പെരിങ്ങോട്ടുകര ദേവസ്ഥാനം പെരിങ്ങോട്ടുകര, കാനാടികാവ് വിഷ്ണുമായ ക്ഷേത്രം, തച്ചമ്പള്ളി ദേവസ്ഥാനം വിഷ്ണുമായ ക്ഷേത്രം ആറ്റൂർ, പൊന്നമ്പലം ശ്രീ വിഷ്ണുമായ ദേവീസ്ഥാനം, നെട്ടയം തിരുവനന്തപുരം, എടാവിലകം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രം, പാരിപ്പള്ളി, കൊല്ലം എന്നിവയാണ് പ്രധാന വിഷ്ണുമായ ക്ഷേത്രങ്ങൾ. ഉത്തരകേരളത്തിൽ കെട്ടിയാടുന്ന ഒരു തെയ്യമാണ് കുട്ടിച്ചാത്തൻ തെയ്യം അഥവാ കുട്ടിശാസ്തൻ തെയ്യം. 18 ബ്രാഹ്മണ കുടുംബക്കാർ ആരാധിച്ചു പോരുന്ന മന്ത്രമൂർത്തിയാണ് കുട്ടിച്ചാത്തൻ. മാന്ത്രികത്വമുള്ള കുട്ടിച്ചാത്തന്മാരിൽ പ്രാധാന്യമുള്ളവ കരിങ്കുട്ടി, പൂക്കുട്ടി, തീക്കുട്ടി, പറക്കുട്ടി, ഉച്ചക്കുട്ടി എന്നീ കുട്ടിച്ചാത്തന്മാരാണ്. ബ്രാഹ്മണേതര കുടുംബങ്ങളും ഈ തെയ്യങ്ങളെ ആരാധിച്ചു വരുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്തുള്ള ഒരു മന്ത്രതന്ത്ര ബ്രാഹ്മണ കുടുംബമാണ് കാളകാട്ടില്ലം. കാളകാട്ട് തന്ത്രിയുമായി ബന്ധപ്പെട്ട തെയ്യമാണ് കുട്ടിച്ചാത്തൻ. ഈ തെയ്യത്തെ കാളകാട്ട് കുട്ടിച്ചാത്തൻ എന്നും വിളിക്കാറുണ്ട്. കുട്ടിച്ചാത്തനെക്കുറിച്ച് മറ്റൊരു കഥ. ഒരിക്കൽ ശിവനും പാർവതിയും വള്ളുവനും വള്ളുവത്തിയുമായി വേഷം മാറി. ആ കാലത്ത് അവർക്കൊരു പുത്രനുണ്ടായി, കുട്ടിച്ചാത്തൻ. മക്കളില്ലാത്ത കാളകാട്ടില്ലത്തെ നമ്പൂതിരിക്ക് ഈ കുട്ടിച്ചാത്തനെ മകനായി ലഭിച്ചു. കാളകാട്ടില്ലത്തെത്തിയ കുട്ടിച്ചാത്തൻ ബ്രാഹ്മണാചാരങ്ങൾക്ക് വിരുദ്ധമായ ശീലങ്ങൾ തുടങ്ങി. പഠിപ്പിൽ അസാമാന്യമായ ബുദ്ധി പ്രകടിപ്പിച്ചെങ്കിലും ഗുരുവിനെ അനുസരിക്കാൻ ചാത്തൻ തയ്യാറായില്ല. തന്നെ അനുസരിക്കാതിരുന്ന കുട്ടിച്ചാത്തനെ ഗുരുനാഥൻ ശാസിക്കുകയും അടിക്കുകയും ചെയ്തു. ചാത്തൻ ഗുരുവിനെ വെട്ടിക്കൊന്ന് പഠിപ്പ് മതിയാക്കി സ്ഥലം വിട്ടു. കാളകാട്ടില്ലത്തെ കന്നുകാലികളെ മേച്ചിരുന്ന ചാത്തൻ ഒരു കാളയെ അറുത്ത് ചോര കുടിച്ചു. നമ്പൂതിരി കോപാകുലനായി ചാത്തനെ ശിക്ഷിച്ചു. ഇതില്ലത്തെ അമ്മയുടെ ഏഷണി നിമിത്തമാണെന്ന് വിചാരിച്ച ചാത്തൻ അമ്മയുടെ മാറിലേക്ക് കല്ലെറിഞ്ഞു. ഇതിൽ രോഷാകുലനായ നമ്പൂതിരി ചാത്തനെ വെട്ടിക്കൊന്നു. പക്ഷെ ചാത്തൻ മരിച്ചില്ല. വാശി കൂടിയ നമ്പൂതിരി ബ്രാഹ്മണരെ വരുത്തി ഹോമകുണ്ഡം തീർത്തു. വീണ്ടും ചാത്തനെ വെട്ടി 390 കഷണങ്ങളാക്കി 21 ഹോമകുണ്ഡങ്ങളിൽ ഹോമിച്ചു. ഈ ഹോമകുണ്ഡങ്ങളിൽ നിന്ന് അനേകം ചാത്തന്മാരുണ്ടായി. ചാത്തൻ കാളകാട്ടില്ലവും സമീപത്തെ ബ്രാഹ്മണ ഇല്ലങ്ങളും ചുട്ടുകരിച്ചു. ഉപദ്രവകാരിയായി നാട്ടിൽ നടന്ന ചാത്തനെ അടക്കാൻ കോലം കെട്ടി പൂജിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കുട്ടിച്ചാത്തനെ തെയ്യമാക്കി ആരാധിച്ചു വരാൻ തുടങ്ങി. കാളകാട്ടില്ലവുമായി ബന്ധപ്പെട്ട് ചാത്തനെക്കുറിച്ച് മറ്റൊരു കഥയുണ്ട്. കാളകാട്ടില്ലം അടിച്ചുവാരിയിരുന്ന പുലയ സ്ത്രീ നമ്പൂതിരിയാൽ ഗർഭിണിയായി. നാണക്കേട് ഭയന്ന് ഗർഭിണിയായ പുലയ സ്ത്രീയെ നിലവറയിൽ പൂട്ടിയിടുകയും പ്രസവത്തിനു ശേഷം കുട്ടിയെ മാത്രം രഹസ്യമായി നിലവറയിൽ വളർത്തുകയുമാണുണ്ടായത്. ഈ കുട്ടിയാണ് കുട്ടിച്ചാത്തൻ. കുട്ടി വളർന്നു വരവേ നിലവറയ്ക്കകത്തു നിന്നും അരിയും നെല്ലും പാവങ്ങളായ കീഴ്ജാതിക്കാർക്ക് മോഷ്ടിച്ചു കൊടുത്തതായും കഥകളുണ്ട്. ഉത്തരകേരളത്തിലെ കാവുകളിൽ ആരാധിച്ചു വരുന്ന ഒരു പ്രധാന ദേവതയാണ് ഗുളികൻ. തമിഴ്നാട്, ഉത്തര കന്നഡ പ്രദേശങ്ങളിലും ഗുളികനെ ആരാധിക്കുന്നു. അഷ്ടനാഗങ്ങളിൽ ഒന്നാണ് ഗുളികൻ. നാഗരാജാക്കളിൽ ഒന്നായും ഗുളികനെ കരുതുന്നു. അഷ്ടനാഗക്കളത്തിൽ ഗുളികനെ ചിത്രീകരിക്കാറുണ്ട്. ജ്യോതിഷത്തിൽ ഏറെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന മൂർത്തിയാണ് ഗുളികൻ. മാന്തി, കുലികൻ, കുളികൻ എന്നീ പേരുകളിലും ഗുളികൻ അറിയപ്പെടുന്നു. ഉത്തരകേരളത്തിലെ മലയ സമുദായത്തിന്റെ കുലദേവതയാണ് ഗുളികൻ. ക്ഷിപ്രപ്രസാദിയായ ഗുളികൻ അനർത്ഥങ്ങളെ ഇല്ലാതാക്കുമെന്നാണ് വിശ്വാസം.
ഗുളികന്റെ ജനനവുമായി ബന്ധപ്പെട്ടൊരു കഥയുണ്ട്. മൃഗണ്ഡു എന്ന മുനിക്ക് മക്കളില്ലായിരുന്നു. പുത്രലാഭത്തിനു വേണ്ടി അദ്ദേഹം ഏറെക്കാലം പരമശിവനെ തപസ്സു ചെയ്തു. ഒടുവിൽ ശിവൻ പ്രത്യക്ഷനായി. തനിക്കൊരു പുത്രനെ വേണമെന്ന് മുനി പറഞ്ഞു. ശിവൻ മഹർഷിക്ക് മുന്നിൽ ഒരു നിബന്ധന വെച്ചു. ഒന്നുകിൽ 100 വയസ്സുവരെ ജീവിക്കുന്ന സാധാരണക്കാരനായ മകനെ തരാം, അല്ലെങ്കിൽ 16 വയസ്സു മാത്രം ആയുസ്സുള്ള മഹാപണ്ഡിതനായ ഒരു മകനെ തരാം. ഏതു വേണം? ആയുസ്സു കുറവെങ്കിലും അറിവുള്ള ഒരു മകനെ മതിയെന്ന് മുനി ഉത്തരം പറഞ്ഞു. തനിക്ക് പിറന്ന മകന് മുനി മാർക്കണ്ഡേയൻ എന്ന് പേരിട്ടു. അച്ഛനമ്മമാരുടെ കണ്ണിലുണ്ണിയായ മകന്റെ ഓരോ ദിനവും മാതാപിതാക്കൾ വേദനയോടെ എണ്ണിത്തീർത്തു. മകന് 16 വയസ്സ് തികഞ്ഞപ്പോൾ മാതാപിതാക്കൾ അവനെ ഓർത്ത് വിലപിക്കാൻ തുടങ്ങി. മകൻ കാര്യം തിരക്കി. 16 വയസ്സുവരെ മാത്രമേ തനിക്ക് ആയുസ്സുള്ളൂ എന്ന് മനസ്സിലാക്കിയ മാർക്കണ്ഡേയൻ ശിവനെ അഭയം പ്രാപിച്ചു. ശിവലിംഗത്തിന് മുന്നിൽ അവൻ കഠിനമായ പ്രാർത്ഥന ആരംഭിച്ചു. മരണദേവനായ കാലൻ മാർക്കണ്ഡേയനെ യമലോകത്തേക്ക് കൊണ്ടുപോകുന്നതിനായി തന്റെ പാശവുമായി പോത്തിന്റെ പുറത്തു കയറി മാർക്കണ്ഡേയൻ അരികിലെത്തി. കാലനെ കണ്ട മാർക്കണ്ഡേയൻ ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. കാലൻ മാർക്കണ്ഡേയന് നേരെ കുരുക്കെറിഞ്ഞു. മാർക്കണ്ഡേയന്റെ കഴുത്തിൽ കുരുക്കു വീണു. കാലൻ കയറുവലിച്ചപ്പോൾ ശിവലിംഗമടക്കം പിഴുതു വീണു. കോപാകുലനായ ശിവൻ തന്റെ തൃക്കണ്ണ് തുറന്നു. ശിവന്റെ തൃക്കണ്ണിൽ നിന്നും അഗ്നി വമിച്ചു. ആ തീയിൽ കാലൻ ഭസ്മമായി. മാർക്കണ്ഡേയ മോക്ഷത്താൽ ലോകത്തിൽ കാലനില്ലാത്ത അവസ്ഥയായി. ജീവജാലങ്ങൾക്ക് മരണമില്ലാതായി. ഭൂമിയിൽ മനുഷ്യരും മൃഗങ്ങളും പക്ഷികളുമൊക്കെ പെരുകി. കാലന്റെ അഭാവത്താൽ കാലചക്രത്തിന്റെ സന്തുലനം നഷ്ടപ്പെട്ടു. ഋഷിദേവതകൾ പ്രശ്നപരിഹാരത്തിനായി ശിവനെ സമീപിച്ചു. ശിവൻ തന്റെ വലതുകാലിന്റെ പെരുവിരൽ ഭൂമിയിലമർത്തി. ശിവന്റെ വിരൽ പൊട്ടി ഗുളികൻ അവതരിച്ചു. കാലന്റെ കർത്തവ്യം ഗുളികൻ ഏറ്റെടുത്തു. ഗുളികന്റെ സൃഷ്ടിക്ക് ശേഷം സപ്തർഷികളിൽ ഒരാളായ കശ്യപ മഹർഷി സന്താനലബ്ധിക്കായി യജ്ഞം തുടങ്ങി. തുടർന്ന് കശ്യപന്റെ പത്നിയും ദക്ഷന്റെ പുത്രിയുമായ കദ്രുവിന്റെ ഗർഭത്തിലൂടെ ഗുളികൻ ഭൂമിയിൽ നാഗരൂപം കൈക്കൊണ്ടു. മഹാഭാരതം ആദിപർവത്തിൽ കദ്രുവിന്റെ പുത്രനായി ഗുളികനെ പ്രതിപാദിക്കുന്നുണ്ട്. നാരദപുരാണത്തിൽ ഗുളികനെന്ന വേടനെപ്പറ്റി പറയുന്നുണ്ട്. ക്രൂരനായ വേടനായിരുന്നു ഗുളികൻ. മറ്റുള്ളവരുടെ ധനവും സ്ത്രീകളും അയാളുടെ ബലഹീനതയായിരുന്നു. ഒരുനാൾ സൗവീര രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ ഗുളികനെത്തി. അയാൾ ഒരു വിഷ്ണുക്ഷേത്രത്തിൽ സ്വർണം മോഷ്ടിക്കുവാൻ പ്രവേശിച്ചു. വേദശിഷ്യനായ ഉത്തങ്കമുനി ഏകനായി ക്ഷേത്രത്തിൽ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ക്ഷേത്രത്തിൽ പ്രവേശിച്ച ഗുളികൻ മുനിയെ വധിക്കാൻ തീരുമാനിച്ചു. ധ്യാനഭംഗം വന്ന മുനി കണ്ണു തുറന്നു. തന്റെ മുന്നിൽ വാളുമായി നിൽക്കുന്ന ഗുളികനെ കണ്ട മുനി അയാളുടെ നീചപ്രവൃത്തികളെക്കുറിച്ചും അതിന്റെ ഫലത്തെക്കുറിച്ചും ഗുളികനെ ബോധ്യപ്പെടുത്തി. തന്റെ ജീവിതത്തെക്കുറിച്ചും കർമ്മത്തിന്റെ ആസുരതയെക്കുറിച്ചും ബോധവാനാകുന്ന ഗുളികൻ പശ്ചാത്താപഭാരത്താൽ തൽക്ഷണം മരിച്ചു. പ്രജ്ഞയറ്റ് കിടക്കുന്ന ഗുളികനിൽ ഉത്തങ്കൻ ദിവ്യജലം തളിക്കുകയും ഗുളികൻ വൈകുണ്ഠം പോകുകയും ചെയ്തു. തമിഴ് പുരാണങ്ങളിൽ ശനിയുടെ പുത്രന്മാരായാണ് ഗുളികനെയും മാന്തിയെയും പ്രതിപാദിക്കുന്നത്. ഗുളികനും മാന്തിയും ഒന്നാണെന്നും 2 വ്യത്യസ്ത മൂർത്തികളാണെന്നുമുള്ള വിശ്വാസവും നിലനിൽക്കുന്നുണ്ട്. തമിഴ് പുരാണപ്രകാരം രാവണപുത്രനായ ഇന്ദ്രജിത്തിന്റെ ജനനസമയം 12ാം ഭാവത്തിൽ നിലകൊണ്ട ശനിയുടെ സ്ഥാനം ലങ്കാരാജാവായ രാവണനെ ആശങ്കയിലാഴ്ത്തി. ഈ അശുഭസ്ഥാനത്തിൽ നിന്ന് ശുഭകരമായ 11ാം ഭാവത്തിലേക്ക് മാറുവാൻ ശനിയെ രാവണൻ നിർബന്ധിക്കുകയുണ്ടായി. ശനിദേവൻ 11ാം ഭാവത്തിലേക്ക് മാറിയെങ്കിലും തന്റെ ഒരു പാദം 12ാം ഭാവത്തിൽ വെക്കുകയുണ്ടായി. ഇതിൽ കുപിതനായ രാവണൻ ആ പാദം തന്റെ ഖഡ്ഗത്താൽ മുറിച്ചു കളഞ്ഞു. മുറിഞ്ഞ പാദം 1ാം ഭാവത്തിലേക്ക് വീണു. അതിൽ നിന്നും മാന്തി രൂപമെടുത്തു. ഇതുമൂലം 1ാം ഭാവത്തിലെ മാന്തിയുടെ അപഹാരത്താൽ ഇന്ദ്രജിത്തിന്റെ ആയുസ് കുറയാനിടയാവുകയും ചെയ്തു. പുറങ്കാലൻ, കരിങ്കാലൻ എന്നീ പേരുകളും ഗുളികനുണ്ട്. കേരളത്തിലെ പല സമുദായങ്ങളും ഗുളികന്റെ ആരാധനകൾ ചെയ്യാറുണ്ട്. എല്ലായിടത്തും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുള്ള ദേവതയായ ഗുളികൻ മന്ത്രമൂർത്തികളിൽ പ്രധാനിയാണ്. മാന്ത്രിക കർമ്മങ്ങളിലെല്ലാം ഗുളികന് വിശേഷ സ്ഥാനമുണ്ട്. സർവവ്യാപിയായ ഗുളികന്റെ നോട്ടമോ സഞ്ചാരമോ ഇല്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉപാസകന്മാർ വിശ്വസിക്കുന്നു. ജനനമരണകാരകനാണ് ഗുളികൻ. ഗുളികന്റെ സാന്നിധ്യമാണ് പ്രപഞ്ചത്തിന്റെ കർമ്മഗതിയെ നിയന്ത്രിക്കുന്നത്. അന്തകനെന്ന നിലയിലും
ജനനമരണങ്ങളുടെ കാരണഭൂതനെന്ന നിലയിലും ഗുളികന് മുഖ്യസ്ഥാനമുണ്ട്. ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും പാതിരാനേരത്തും നടന്നുവാഴ്ച ചെയ്യുന്ന ദേവനാണ് ഗുളികൻ. ഗുളികന്റെ ദർശനം മരണത്തിന് കാരണമാകുമെന്ന് പറയപ്പെടുന്നു. ഭക്തന്മാരുടെ സർവ്വദോഷങ്ങളും പരിഹരിക്കുന്ന ദേവനും കൂടിയാണ് ഗുളികൻ. തെയ്യത്തെപ്പോലെ സമാന അനുഷ്ഠാന കലകളായ തിറയിലും തുളനാട്ടിലെ ഭൂതകോലത്തിലും ഗുളികനെ കെട്ടിയാടാറുണ്ട്. 101 ഗുളികന്മാരുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിൽ പ്രധാനപ്പെട്ട ചിലതാണ്: കാലഗുളികൻ അഥവാ തെക്കൻ ഗുളികൻ, മന്ത്രഗുളികൻ അഥവാ വടക്കൻ ഗുളികൻ, കരിങ്കുളികൻ, മാരണഗുളികൻ, ചൗക്കാർ ഗുളികൻ, രക്തഗുളികൻ, ചുവന്ന ഗുളികൻ, സ്ഥാനഗുളികൻ, ജപഗുളികൻ, കാരഗുളികൻ, ഉമ്മട്ടഗുളികൻ, കുട്ടിഗുളികൻ, മൃത്യുഗുളികൻ, കരിഗുളികൻ, വിഷ്ണുഗുളികൻ, രാഹുഗുളികൻ, അന്തിഗുളികൻ, പാതിരഗുളികൻ എന്നിവ. ഗുളികന്റെ കർമ്മങ്ങളിൽ പ്രധാനം കരിങ്കലശമാണ്. അപമൃത്യുവിൽ പെട്ടുപോകാതിരിക്കാനും സകല ദോഷങ്ങളും ദുരിതങ്ങളും വിട്ടുമാറുന്നതിനുമാണ് ഭക്തന്മാർ കരിങ്കലശം ചെയ്യുന്നത്. കോഴിയെ അറുത്ത് ഗുരുതർപ്പണത്തിലൂടെയാണ് കരിങ്കലശ കർമ്മം പൂർത്തിയാകുന്നത്. ജ്യോതിഷപ്രകാരം ഉപഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തനും പാപിയുമാണ് ഗുളികൻ. ഗുളികൻ മറ്റുപഗ്രഹങ്ങളെ നയിപ്പിക്കുന്നവനുമാകുന്നു. ഗുളികൻ പാപത്തിന്റെയും ക്രൂരതയുടെയും മൂർത്തിഭാവമാണ്. നാശത്തെയും മരണത്തെയും ഗുളികൻ പ്രതിനിധീകരിക്കുന്നു. അദൃശ്യനാണെങ്കിലും ഗുളികൻ പകലും രാത്രിയിലും ഒരു ദിവസം 2 പ്രാവശ്യം ഉദിക്കുന്നതായി പറയപ്പെടുന്നു. ഗുളികന്റെ ഉദയം ഓരോ ദിവസവും സൂര്യോദയത്തിൽ നിന്നും സൂര്യാസ്തമനത്തിൽ നിന്നും ഒരു നിശ്ചിത സമയത്താണ്. ഇതാണ് നമ്മൾ കലണ്ടറുകളിൽ കാണുന്ന ഗുളികകാലം. സർവ്വദുഃഖങ്ങളുടെയും പാപങ്ങളുടെയും ഉറവിടമായി തീരുന്ന ഗുളികകാലം ധാന്യശേഖരം, കച്ചവടം, കടം തീർക്കൽ, നൂതന ഗൃഹപ്രവേശം, ഔഷധസേവ, ആഭരണധാരണം, വേദപഠനം മുതലായ ചില പ്രത്യേക കർമ്മങ്ങൾക്ക് ശുഭകരമാണെന്ന് പറയപ്പെടുന്നു. ഗുളികന് പ്രത്യേകമായ ഗ്രഹപഥമൊന്നുമില്ല. ചന്ദ്രനെപ്പോലെ ഭൂമിയോടൊപ്പം തന്നെയാണ് സൂര്യനെ വലം വയ്ക്കുന്നത്. ഈ ഗുളികൻ ഒരു ദിവസം 2 പ്രാവശ്യം രാശിചക്രത്തിൽ ഭൂമിക്ക് നേരെ പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നുണ്ട്. ഗുളികൻ ഉദിക്കുന്നുവെന്നും അസ്തമിക്കുന്നുവെന്നും അതിനെ വിശേഷിപ്പിക്കുന്നു. ഗുളികൻ 2 തവണ ഉദിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് പകലും മറ്റേത് രാത്രിയിലുമാണ്. ഏറ്റവും പാപത്വം വർദ്ധിച്ച ഒരു ചെറിയ ഉപഗ്രഹമാണ് ഗുളികൻ. ഗുളികന്റെ പാപത്വം അല്ലെങ്കിൽ അശുഭത്വം അവൻ നിൽക്കുന്ന രാശിയെയും ആ രാശിയിൽ ഗ്രഹങ്ങൾ നിൽപ്പുണ്ടെങ്കിൽ അവരെയും ആ രാശിയുടെ അധിപനെയും ബാധിക്കും. ഗുളികൻ നിൽക്കുന്ന രാശിയുടെ അധിപനെ ഗുളികഭാവാധിപൻ എന്നാണ് വിളിക്കുന്നത്. ജാതകത്തിൽ ഗുളികദോഷത്തിന് പരിഹാരം വ്യാഴത്തിന്റെ ദൃഷ്ടി മാത്രമേയുള്ളൂ. നാവിൽ ഗുളികൻ നിന്നാലെന്ന പ്രയോഗം നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാവും. ഇതിനെപ്പറ്റി പുരാണത്തിൽ പല വിധത്തിലുള്ള ഉദാഹരണങ്ങൾ വരെയുണ്ട്. മന്ധരയുടെ നാവിൽ ഗുളികൻ കയറിയതുകൊണ്ടാണ് ശ്രീരാമനും സീതാദേവിക്കും വനവാസത്തിന് വരെ പോവേണ്ടി വന്നത് എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ഇതുകൊണ്ടാണ് രാമരാവണ യുദ്ധം പോലും ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു. മലബാറിലെ തെയ്യക്കോലങ്ങളിൽ ഒരു പ്രധാന ദേവത ഗുളികനാണ്. ദേവസ്ഥാന വസ്തുവിന്റെ സംരക്ഷകനായി ഗുളികനെ കരുതി വരുന്നു. പൗരാണിക കാലത്ത് മഹർഷിമാരാൽ വിരചിതമായ ഗ്രന്ഥങ്ങളിലൊന്നും ഗുളികനെക്കുറിച്ച് കാര്യമായി പരാമർശിക്കുന്നില്ല. എന്നാൽ കേരളീയ ജ്യോതിഷ സമ്പ്രദായത്തിൽ അടിസ്ഥാന ഗ്രന്ഥങ്ങളായ ദശാധ്യായിയിലും പ്രശ്നമാർഗത്തിലും ഗുളികനെ വളരെ പ്രാധാന്യത്തോടെ അവതരിപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടുതന്നെ കേരളത്തിലെ ജ്യോതിഷികൾ ഫലപ്രവചനത്തിന് ഗുളികന്റെ സ്ഥിതിയും വിശകലനം ചെയ്യുന്നുണ്ട്. പരാശരഹോര എന്ന ജ്യോതിഷ ഗ്രന്ഥത്തിൽ ഗുളികനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാം. തെക്കേ ഇന്ത്യയിൽ, വിശേഷിച്ചും കേരളീയ ജ്യോതിഷത്തിലാണ് ഗുളികൻ ഏറ്റവുമധികം പ്രാധാന്യം കൊടുത്ത് കാണുന്നത്. രാശിപ്രശ്നങ്ങളുടെ ആരംഭത്തിൽ ആദ്യം പരിശോധിക്കുന്നത് ഗുളികസ്ഫുടമാണ്. പ്രശ്നമാർഗം, പ്രശ്നാനുഷ്ഠാന പദ്ധതി എന്നീ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ ഗുളികന്റെ പ്രമാണങ്ങളും പ്രയോഗങ്ങളും ധാരാളം കാണാൻ കഴിയും. ഇന്ത്യയിൽ പുരാതന കാലം മുതൽ ആരാധിച്ചു വന്നിരുന്ന ഒരു മൂർത്തിയാണ് യക്ഷി. ചരിത്രാതീത കാലം മുതൽ ഈ ആരാധനാ സമ്പ്രദായം നിലനിന്നിരുന്നു. ആദിദ്രാവിഡ ഗോത്രക്കാരും മറ്റുമാണ് യക്ഷിപൂജ നടത്തിയിരുന്നത്. യക്ഷന്റെ സ്ത്രീരൂപമാണ് യക്ഷി. യക്ഷി എന്ന വാക്കിലെ ഈ എന്നാൽ സമ്പത്ത് എന്നാണ്, അതായത് ലക്ഷ്മി. അമരകോശത്തിന്റെ പ്രഥമകാണ്ഡത്തിൽ സ്വർഗവർഗങ്ങളെപ്പറ്റി പറയുന്ന സ്ഥലത്ത് യക്ഷിയെക്കുറിച്ച് വ്യാഖ്യാനമുണ്ട്. അങ്ങനെ യക്ഷി എന്ന പദത്തിന് ലക്ഷ്മി എന്നും അർത്ഥം കൽപ്പിക്കാം. സൗന്ദര്യലഹരിയുടെ വ്യാഖ്യാനത്തിൽ തന്ത്രശാസ്ത്രത്തിൽ 64,000 യക്ഷിണികളുടെ ഉപാസനയെപ്പറ്റി പറയുന്നുവെന്ന് കണ്ടിയൂർ മഹാദേവശാസ്ത്രികൾ അഭിപ്രായപ്പെടുന്നു. കിങ്കിണി ശാസ്ത്രത്തിലെ ഉപാസനാ രീതിയാണ് ഇന്ന് ലഭ്യമായത്. അവ കഠിനവും നിഷ്ഠാപൂർണവുമാണ്. മന്ത്രമഹാർണവം എന്ന ഗ്രന്ഥത്തിൽ
36 യക്ഷികളെക്കുറിച്ച് പറയുന്നുണ്ട്. മന്ത്രവാദ വിഷയത്തിലും ഇവയെ കാണാം. സമാന്തര മനഃശാസ്ത്രത്തിലെ ചില പഠനങ്ങൾ ഈ പ്രതിഭാസത്തെ അത്ര കണ്ട് തള്ളിക്കളയുന്നില്ല. വിവിധ മതങ്ങൾ പല കാലഘട്ടങ്ങളിലും യക്ഷീസങ്കല്പത്തെ തങ്ങളുടേതാക്കി മാറ്റുവാൻ ശ്രമിച്ചിട്ടുണ്ട്. യക്ഷയക്ഷി സങ്കല്പങ്ങളോട് ഋഗ്വേദ കാലത്ത് ഹിന്ദുമതം വെറുപ്പും ഭീതിയും കലർന്ന സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. അഥർവവേദ കാലത്തോടെ ഈ സമീപനത്തിന് മാറ്റം വന്നു. ഋഗ്വേദ കാലത്ത് യക്ഷർ ബ്രാഹ്മണരല്ലാത്തവരുടെ ആരാധനാമൂർത്തികളായിരുന്നതിനാലാവാം ഇത്തരത്തിൽ അവഗണനയുണ്ടായത്. പല ഹിന്ദുമത ഗ്രന്ഥങ്ങളിൽ നിന്നും യക്ഷീസങ്കല്പത്തിന്റെ ആദിമരൂപങ്ങൾ ലഭ്യമാണ്. ഭാഗവത പുരാണത്തിലും മത്സ്യപുരാണത്തിലും വിഷ്ണുപുരാണത്തിലും വായുപുരാണത്തിലും ദേവീ ഭാഗവതത്തിലും യക്ഷയക്ഷി പരാമർശങ്ങളുണ്ട്. കാളിദാസന്റെ മേഘസന്ദേശത്തിൽ യക്ഷനാണ് പ്രധാന കഥാപാത്രം. രാമായണം, മഹാഭാരതം, കഥാസരിത് സാഗരം, ബൃഹത് കഥ എന്നിവയിലും യക്ഷീ സാന്നിധ്യം കാണാം. പിൽക്കാലത്ത് ജൈനബുദ്ധമതങ്ങൾ യക്ഷീസങ്കല്പത്തെ ഉൾക്കൊള്ളുവാൻ ശ്രമിച്ചു. ഇതിന്റെ ഫലമായി യക്ഷീപൂജയ്ക്കും യക്ഷിയാരാധനയ്ക്കും പ്രചാരം ലഭിച്ചു. കേരളത്തിൽ യക്ഷിയാരാധന തുടങ്ങുന്നത് ജൈനമതത്തിന്റെ വ്യാപനത്തോടെയാണ്. 8-ാം നൂറ്റാണ്ട് മുതൽ കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ യക്ഷിയാരാധന ഉണ്ടായിരുന്നു. കേരളത്തിലും ഈ കാലത്ത് തന്നെ ഇത് വ്യാപിച്ചിരുന്നതായി കരുതാം. തിരുവല്ല വല്ലഭക്ഷേത്രത്തിൽ യക്ഷിയെ ഉപദേവതയായി ആരാധിച്ചിരുന്നതായി തിരുവല്ല ചെപ്പേടുകളിൽ പറയുന്നുണ്ട്. ഐതിഹ്യങ്ങളിലും സാഹിത്യരചനകളിലും യക്ഷീസങ്കല്പം ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. തെക്കൻ പാട്ടുകളിലും വില്ലടിച്ചാൻ പാട്ടുകളിലും തിരുവിതാംകൂറിലെ നാടോടി കഥകളിലും കാണുന്ന ഒരു കഥാപാത്രമാണ് കള്ളിയങ്കാട്ട് നീലി എന്ന യക്ഷി. കൊല്ലവർഷം 30കളിൽ പഴകന്നൂർ പ്രദേശത്ത് വാണിരുന്ന ദേവദാസിയായ കാർവേണിയുടെ പുത്രിയായിരുന്നു അല്ലി. സുന്ദരിയായ അവൾ അവിടുള്ള ശിവൻകോവിലിലെ പൂജാരിയുമായി പ്രണയത്തിലായി. പിന്നീട് അവരുടെ വിവാഹവും നടന്നു. എന്നാൽ ദുർനടപ്പുകാരനായ നമ്പി പണം മോഹിച്ചാണ് അവളെ വിവാഹം ചെയ്തത്. അല്ലി ഭർത്താവിനോടൊപ്പം വീട് വിട്ടിറങ്ങി. വഴിമധ്യേ സ്വന്തം മടിയിൽ തലവെച്ചുറങ്ങിയ അല്ലിയെ ആഭരണങ്ങൾ മോഷ്ടിക്കാനായി നമ്പി തലയിൽ കല്ലുകൊണ്ടടിച്ചു കൊന്നു. അല്ലിയെ തിരക്കി വന്ന അനുജൻ അമ്പി ഈ രംഗം കണ്ട് തലതല്ലി മരിച്ചു. ഇവർ രണ്ടുപേരും ചോളരാജാവിന്റെ കുട്ടികളായ നീലനും നീലിയുമായി ജനിക്കുന്നു. തുടർന്ന് രാജ്യത്തിലുടനീളം ദുർനിമിത്തങ്ങൾ കാണപ്പെടുകയുണ്ടായി. ഇതിന് കാരണം കുട്ടികളാണെന്ന് മനസ്സിലാക്കിയ ചോളരാജാവ് കുട്ടികളെ പഞ്ചവങ്കാട്ടിൽ ഉപേക്ഷിച്ചു. അതിന് സമീപമായുള്ള പഴകന്നൂർ ഗ്രാമമായി പിന്നീട് കുട്ടികളുടെ വിഹാര കേന്ദ്രം. നാട്ടിലെ 70 ഊരാൺമക്കാർ ചേർന്ന് മാന്ത്രികനായ നാഗർകോവിൽ നമ്പിയെ വരുത്തി നീലനെ ആവാഹിച്ചു തളച്ചു. എന്നാൽ നീലിയെ തളയ്ക്കാനായില്ല. ഇതിനിടയിൽ നാഗർകോവിൽ നമ്പിയെ നീലി കൊലപ്പെടുത്തി. ഇതേ സമയത്ത് പൂജാരി നമ്പിയുടെ പുനർജന്മമായ ആനന്ദൻ എന്ന കാവേരി പൂമ്പട്ടണം സ്വദേശി പഞ്ചവങ്കാട് വഴി മുസിരിസിലേക്ക് വ്യാപാരത്തിനായി പോകാനൊരുങ്ങി. കയ്യിൽ മാന്ത്രിക ദണ്ടുണ്ടായിരുന്ന ആനന്ദനെ തൊടാൻ നീലിക്ക് കഴിഞ്ഞില്ല. അയാൾ ഓടി ഓടി പഴകന്നൂർ ഗ്രാമത്തിലെത്തി. ഇതിനിടയിൽ യക്ഷി മായ കാട്ടി കുട്ടിയോടുകൂടിയ ഒരു സ്ത്രീരൂപം ധരിച്ച് തന്റെ ഭർത്താവ് താനുമായി വഴക്കിട്ട് ഓടിപ്പോവുകയാണെന്ന് ഗ്രാമവാസികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അയാൾ യക്ഷിയാണതെന്ന് കരഞ്ഞു പറഞ്ഞെങ്കിലും ആരും വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല, യക്ഷി അദ്ദേഹത്തെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഊരാൺമക്കാർ 70 പേരും അയാളോടൊപ്പം മരിക്കുമെന്ന് സത്യം ചെയ്തു. നിവൃത്തിയില്ലാതെ അവിടെ കഴിഞ്ഞ ആനന്ദനെ രാത്രി തന്ത്രപൂർവ്വം നീലി വധിക്കുന്നു. പിറ്റേന്ന് രാവിലെ ആനന്ദൻ മരിച്ചു കിടക്കുന്നത് കണ്ട ഊരാൺമക്കാർ വാക്കുപാലിക്കാനായി അഗ്നിപ്രവേശം ചെയ്തു. തന്റെയും തന്റെ സഹോദരന്റെയും മരണത്തിന് കാരണക്കാരനായ ആനന്ദനെയും 70 ഊരാൺമക്കാരെയും വധിച്ചതിനാൽ നീലി ഒരു കള്ളിപ്പാലയുടെ ചുവട്ടിൽ കുടിയിരിക്കുകയും ക്രമേണ മാതൃദേവതയായി മാറുകയും ചെയ്തു. ഇതുപ്രകാരം യക്ഷി അടങ്ങിയില്ലെന്നും പിന്നീട് കടമറ്റത്ത് കത്തനാരാണ് നീലിയെ തറച്ചതെന്നും ഒരു വിശ്വാസമുണ്ട്. CV രാമൻ പിള്ളയുടെ ചരിത്രാഖ്യായികയായ മാർത്താണ്ഡവർമ്മയിൽ പരാമർശിക്കപ്പെടുന്ന പഞ്ചവങ്കാട്ടിലെ നീലിയും കള്ളിയങ്കാട്ട് നീലി തന്നെയാണെന്ന് കരുതപ്പെടുന്നു. തെക്കൻ തിരുവിതാംകൂറിലെ ഇളയിടത്ത് സ്വരൂപത്തിൽ മറവങ്കോടെന്ന വനത്തിൽ വിഹരിച്ചിരുന്നതായി പറയപ്പെടുന്ന ഒരു യക്ഷിയാണ് മറവങ്കോട് യക്ഷി. തന്നെ ചതിച്ചുകൊന്ന കാമുകനെ പുനർജന്മത്തിൽ മൃഗീയമായി കൊലപ്പെടുത്തി പ്രതികാരം ചെയ്യുന്ന കഥയാണ് പഴയന്നൂർ നീലിയുടേത്. ഇന്നും തമിഴ്നാട്ടിലെ പലയിടങ്ങളിലും നീലിയെ ഗ്രാമദേവതയായി ആരാധിക്കുന്നുണ്ട്. തന്നെ കൊല ചെയ്ത കൊള്ളക്കാരെ ഘോരരൂപിണിയായ യക്ഷിയായി ഉയർത്തെഴുന്നേറ്റ് സംഹരിക്കുന്ന കഥയാണ് പൊന്നിറത്താളിൻ്റേത്.
എന്നാൽ ചെമ്പകവല്ലിയുടെ കഥ വ്യത്യസ്തമാണ്. തന്റെ ഭർത്താവിന്റെ വിയോഗത്തിൽ ദുഃഖിതയായി അയാളുടെ ചിതയിൽ സതി അനുഷ്ഠിച്ച് യക്ഷിയായി ഉയർത്തെഴുന്നേൽക്കുകയും ദേവതയായി ആരാധിക്കപ്പെടുകയും ചെയ്യപ്പെട്ടുവത്രേ. ദക്ഷിണ തിരുവിതാംകൂറിലെ കാഞ്ഞിരക്കോടെന്ന പ്രദേശത്ത് മംഗലത്തെന്ന നായർ തറവാടുണ്ടായിരുന്നു. അവിവാഹിതനായ ഗോവിന്ദനായിരുന്നു തറവാട്ടുകാരണവർ. അദ്ദേഹത്തിന്റെ അനുജത്തി ശ്രീദേവി അതിസുന്ദരിയായിരുന്നു. വേണാട് ഭരിച്ചിരുന്ന രാമവർമ്മ മഹാരാജാവിന്റെ മകനായ രാമൻ തമ്പിക്ക് ഏറെ പ്രിയപ്പെട്ടവളായിരുന്നു ശ്രീദേവി. മംഗലത്തെ അനവധി പരിചാരകന്മാരിൽ ഒരാളായിരുന്നു രാമൻ. ഇയാൾ ഉത്തമ പുരുഷലക്ഷണങ്ങൾ തികഞ്ഞയാളായിരുന്നു. കരുത്തനായ രാമന്റെ ചുമലിൽ കയറി യാത്ര ചെയ്യുന്ന പതിവ് ഗോവിന്ദനും ശ്രീദേവിക്കുമുണ്ടായിരുന്നു. ക്രമേണ രാമനിൽ ആസക്തയായ ശ്രീദേവി അവനെ പ്രണയിച്ചു. ഗോവിന്ദനും രാമനും ആത്മമിത്രങ്ങളായി മാറിക്കഴിഞ്ഞിരുന്നെങ്കിലും രാമനെ ശ്രീദേവിയിൽ നിന്ന് രക്ഷിക്കാൻ ഗോവിന്ദൻ ഒന്നും ചെയ്തിരുന്നില്ല. എന്നാൽ ജ്യേഷ്ഠന്റെയും കാമുകന്റെയും ചങ്ങാത്തം അവളെ അസ്വസ്ഥയാക്കി. രാമൻ വിവാഹിതനായിരുന്നു. രാമന്റെ ഭാര്യാസ്നേഹം ശ്രീദേവിക്ക് സഹിക്കാനായില്ല. അതിനാൽ അവൾ രാമന്റെ ഭാര്യയെ ഇല്ലാതാക്കി. ഇത് ഗോവിന്ദൻ അറിയാമായിരുന്നു. ഒരിക്കൽ രാമന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഗോവിന്ദൻ ഇക്കാര്യം രാമനോട് വെളിപ്പെടുത്തി. ഒരു ദിവസം ശ്രീദേവിയെ രാമൻ കഴുത്തു ഞെരിച്ചു കൊന്നു. ഗോവിന്ദൻ ഇക്കാര്യം കണ്ടില്ലെന്ന് നടിച്ചു. ശ്രീദേവി ഒരു യക്ഷിയായി കാഞ്ഞിരക്കോട്ട് തന്നെ പുനർജനിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ അവൾ ഒരു മാദക സുന്ദരിയായി മാറി. അവൾ രാമനോട് വിവാഹാഭ്യർത്ഥന നടത്തി. രാമൻ നിരാകരിച്ചു. അതോടെ അവൾ ഭീകരരൂപിയായി അവനെ ദ്രോഹിച്ചു തുടങ്ങി. തന്റെ കൂട്ടുകാരനെ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ ബലരാമോപാസകനായ ഗോവിന്ദനെത്തി. 3 ഉപാധികൾ അംഗീകരിക്കുന്നതായി വിളക്ക് പിടിച്ച് സത്യം ചെയ്താൽ ഒരാണ്ടുകാലം രാമനെ നൽകാമെന്ന് ഗോവിന്ദൻ ശ്രീദേവിയോട് പറഞ്ഞു. ഒരാണ്ട് കഴിഞ്ഞാൽ അവളെ ക്ഷേത്രമുണ്ടാക്കി കുടിയിരുത്തും. ക്ഷേത്രം നശിക്കുമ്പോൾ മോക്ഷത്തിനായി അവൾ നരസിംഹമൂർത്തിയെ ശരണം പ്രാപിക്കണം. ഗോവിന്ദന് രാമനുമായുള്ള ബന്ധം ഈ ജന്മം മാത്രമല്ല, ഇനിയുള്ള ജന്മങ്ങളിലും നിലനിൽക്കാൻ ശ്രീദേവിയും പ്രാർത്ഥിക്കണം. 3 നിബന്ധനകളും പാലിക്കാമെന്ന് യക്ഷി വിളക്ക് തൊട്ട് സത്യം ചെയ്തു. രാമനോടൊപ്പമുള്ള ഒരാണ്ടിന് ശേഷം യക്ഷിയെ ക്ഷേത്രത്തിൽ കുടിയിരുത്തി. ക്ഷേത്രം നശിച്ചതിൽ പിന്നെ സ്വതന്ത്രയായ അവൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തെക്കേടത്ത് നരസിംഹസ്വാമിയെ മോക്ഷാർത്ഥം ശരണം പ്രാപിച്ചു. കാഞ്ഞിരോട്ട് യക്ഷി ഇപ്പോഴും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറയിൽ നരസിംഹോപാസന ചെയ്തു കഴിയുന്നു എന്നാണ് വിശ്വാസം. ഈ യക്ഷിയുടെ മോഹനവും രൗദ്രവുമായ രൂപങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലിന്റെ തെക്കുപടിഞ്ഞാറേ മൂലയിൽ വരച്ചുവച്ചിട്ടുണ്ട്. പല യക്ഷികളുടെയും പ്രതിമകളുണ്ട്. മലമ്പുഴയിൽ കാനായി കുഞ്ഞിരാമൻ ഒരു യക്ഷിയുടെ പ്രതിമ നിർമ്മിച്ചിട്ടുണ്ട്. കുരുക്ഷേത്രത്തിന്റെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പരശുരാമനാൽ നിർമ്മിച്ച ഒരു സ്ഥലമാണ് യക്ഷിണി തീർത്ഥം. സ്ത്രീരോഗങ്ങളിൽ നിന്നുള്ള മുക്തിയും ശത്രുസംഹാരവുമാണ് യക്ഷിക്കോലങ്ങൾ തുള്ളിക്കുന്നതിന് പിന്നിൽ. കിരീടാകൃതിയിലുള്ള കോലനിർമ്മിതിയാണ് യക്ഷിയുടേത്. യക്ഷിക്ക് കണ്ണും കുറിയും വളഞ്ഞ പല്ലും കുരുത്തോല നഖങ്ങളും ഉണ്ടാകും. മായായക്ഷിക്ക് മുൻഭാഗത്തേക്ക് നീണ്ടുനിൽക്കുന്ന കൊമ്പുകളുണ്ടാകും. 21 പാളകൾ ഉപയോഗിച്ചെഴുതുന്ന വലിയ കോലമാണ് കാലയക്ഷിയുടേത്. കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന യക്ഷയക്ഷി ആരാധനയുടെ തെളിവുകൾക്ക് ചിതറാൾ, കല്ലിൽ എന്നിവിടങ്ങളിലെ ഗുഹാക്ഷേത്രങ്ങളിലെ യക്ഷീവിഗ്രഹങ്ങളെയും വയനാട്ടിലെ പുൽപ്പള്ളിക്കടുത്ത് താഴേക്കാവിൽ നിന്ന് ലഭിച്ച ശിലാലിഖിതങ്ങളെയും ആധാരമാക്കാവുന്നതാണ്.